ശ്രീ വി കെ സനോജ് ഇന്നലെ ഉയർന്ന ഈ തരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ച ആ ശബ്ദരേഖ അതിന്റെ ഉത്തരവാദിത്വം അനിമോൻ എന്ന വ്യക്തി തന്നെ നിഷേധിക്കുകയാണ്. ഒരു കുറിപ്പിലൂടെയാണ് അത് നിഷേധിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ശബ്ദം എല്ലാവരും മാധ്യമങ്ങളിലൂടെയൊക്കെ കേട്ടതാണ്, നവമാധ്യമങ്ങളിലൂടെയൊക്കെ കേട്ടതാണ്. പക്ഷെ ഒരു കുറിപ്പിലൂടെ അത് നിഷേധിക്കപ്പെടുകയാണ്. അതുകൊണ്ട് മാത്രം ഇതെല്ലാം കെട്ടടങ്ങുമോ? അല്ല, അനിമോൻ നിഷേധിച്ചതുകൊണ്ട് നിഷേധിക്കുകയോ നിഷേധിക്കാതിരിക്കുകയോ ഒന്നും നമ്മുടെ കാര്യമല്ല. ഇവിടെ ഈ വിഷയം ഉയർന്നു വന്ന ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ സംബന്ധിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇവർ പറയുന്നത് ഡ്രൈ ഡേ പിൻവലിക്കും. അപ്പം അത് പിൻവലിക്കാൻ വേണ്ടി സർക്കാരിൻ്റെ പുതിയ മദ്യനയത്തിൽ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടി കാശ് കൊടുക്കണം എന്നാണല്ലോ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഗവൺമെൻറ് പുതിയ മദ്യനയം സംബന്ധിച്ച് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. അങ്ങനെ ഗവൺമെൻറ് ചർച്ച നടത്തിയിട്ടില്ല. ഗവൺമെൻറ് അതിനെക്കുറിച്ച് പ്രാഥമികമായി ആലോചിച്ചിട്ടില്ല. അങ്ങനെ ആലോചിക്കാത്ത കാര്യങ്ങൾ സംബന്ധിച്ച് വാർത്ത പ്രചരിപ്പിക്കുകയാണ് കുറച്ച് മാധ്യമങ്ങൾ. ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ഈ 2 ദിവസമായിട്ട് അത് ഇന്നലെയാണ് ഈ ശബ്ദ സന്ദേശം വന്നത്. ശബ്ദ സന്ദേശം വരുന്നതിന് എത്രയോ ദിവസങ്ങൾക്ക് മുന്നേ തന്നെ കേരളത്തിലെ കുറച്ച് മാധ്യമങ്ങൾ ഈ ഡ്രൈ ഡേയുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോൾ ഈ വാർത്തയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇങ്ങനൊരു ശബ്ദ സന്ദേശം ഒരു ബാർ മുതലാളി അവരുടെ അസോസിയേഷൻ്റെ ഗ്രൂപ്പിൽ ഇട്ടത്. അപ്പോൾ അത് സംബന്ധിച്ച് അന്വേഷിക്കേണ്ടത് അത് ഗൗരവമായി തന്നെയാണ് ഗവൺമെൻറ് കാണുന്നത്. ഗവൺമെൻറ് ആലോചിക്കാത്ത ഒരു വിഷയം പത്രത്തിൽ വരുന്നു. ആ പത്രവാർത്തയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ബാർ മുതലാളിമാരിൽ ചില ആശങ്കകൾ സൃഷ്ടിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ചില അഭിപ്രായ രൂപീകരണം നടത്തുന്നു. അതിന് ചില ആളുകളെ സ്വാധീനിക്കാനുണ്ട് എന്ന് വ്യാജമായ ചില പ്രചരണം നടത്തിയിട്ട് പണം പിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ചെറിയൊരു തെളിവാണിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. കൂടുതൽ തെളിവ് അതുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇയാള് അനിമോൻ എന്ന് പറയുന്ന ആള് ഇന്ന് നിഷേധിച്ചത് കൊണ്ട് ഈ പ്രശ്നത്തിന്റെ ഗൗരവം ഇല്ലാതാവുന്നില്ല. അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം വേണം എന്നതാണ്. സനോജ്, ഇതിലൊരു കാര്യം ഇന്നലെ മന്ത്രിയും വിശദീകരിച്ചു. ഞങ്ങൾ ഇതിനെക്കുറിച്ചുള്ള പ്രാഥമികമായ ചർച്ചകൾ പോലും ആരംഭിച്ചിട്ടില്ല എന്ന തരത്തിലാണ് മന്ത്രി പറയുന്നത്. പക്ഷേ വസ്തുത അതല്ല എന്ന കാര്യം ഉണ്ടല്ലോ. ടൂറിസം മന്ത്രിയും വകുപ്പുമായി ബന്ധപ്പെട്ട് ബാർ ഉടമകൾ ചർച്ച നടത്തിയിരുന്നു. എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നത് സംബന്ധിച്ചാണ് അവർ നിർദ്ദേശം നൽകിയത്. പുതിയ മദ്യനയം വരുമ്പോൾ ഡ്രൈ ഡേ ഒഴിവാക്കണം, പ്രവർത്തന സമയം 12 വരെയാക്കണം എന്ന ഒരു നിർദ്ദേശം അവർ കൊടുത്തിരുന്നു. എക്സൈസ് ടൂറിസം മന്ത്രിമാരുമായിട്ടാണ് ബാർ ഉടമകളുടെ സംഘടന സംസാരിച്ചത്. അവർക്കാണ് കത്ത് നൽകിയത്. അതിൽ ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട് അതിന്റെ നടപടികൾ മുന്നോട്ട് പോയിട്ടുണ്ട്. ടൂറിസം സെക്രട്ടറിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ടൂറിസം ഡയറക്ടർ 2 ദിവസം മുമ്പ് ബാർ ഉടമകൾ ഉൾപ്പെടെയുള്ളവരുടെ യോഗം വിളിച്ചു. അതിന് മാറ്റം വരുത്തേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചർച്ച നടത്തി. അങ്ങനെയൊക്കെയുള്ള നടപടികൾ ഇങ്ങനെയൊക്കെ ആലോചിച്ച് അഭിപ്രായങ്ങൾ തേടി പ്രായോഗികമാണോ എന്ന് പരിശോധിച്ചുകൊണ്ടാണല്ലോ ഒരു നയം നടപ്പിലാക്കുന്നത്. അപ്പോൾ നടപടികളൊന്നും തുടങ്ങിയിട്ടില്ല എന്ന് പറയുന്നത് വാസ്തവ വിരുദ്ധമാണ്. നടപടികൾ തുടങ്ങി. അത് ആരാണ് തീരുമാനിക്കുന്നത്, എവിടെയാണ് ചർച്ചകൾ നടക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലല്ല, കേരളത്തിൻ്റെ ടൂറിസത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പല മേഖലയിലുള്ള ആളുകളുമായി നടത്തുന്നുണ്ട്. ഞാനിവിടെ പറഞ്ഞത് സർക്കാരിൻ്റെ പുതിയ മദ്യനയം സംബന്ധിച്ച് ഒരു ചർച്ചയും ഒരാലോചനയും നടന്നിട്ടില്ല എന്ന് തന്നെയാണ്. അതുതന്നെയാണ് ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രിയും പറഞ്ഞത്. എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് നടത്തിയിട്ടുള്ള പത്രക്കാരെ കണ്ട് നടത്തിയ പ്രതികരണത്തിലും ആ കാര്യങ്ങൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു ആലോചനയും നടന്നിട്ടില്ല. മറ്റ് പല വിധത്തിലുള്ള ചർച്ചയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പല വിധത്തിൽ പല ഡിപ്പാർട്ട്മെന്റ് അപ്പോൾ അത് അതിന്റെ ഭാഗം തന്നെയാണ്. അല്ലല്ല, മദ്യനയത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ സംബന്ധിച്ച് ഒരു ചർച്ചയും എവിടെയും നടന്നിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ നിങ്ങളത് ഹാജരാക്കുക. മദ്യനയം സംബന്ധിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ല. പിന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റ് ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അതിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകൾ നടത്തും. ആ ചർച്ച കേരളത്തിലെ മദ്യനയം രൂപീകരിക്കാനുള്ള ചർച്ചയാണെന്ന് നിങ്ങൾ വ്യാഖ്യാനിച്ചു. ആ ചർച്ചകൾ എവിടെ നിന്നാണ് രൂപപ്പെട്ടത്? ബാർ ഉടമകൾ അവരുടെ ആവശ്യമായി മുന്നോട്ട് വെച്ച കാര്യമാണ്.
അതാണ് ടൂറിസം വകുപ്പ് ടൂറിസം വികസനത്തിന് ഉതകുന്നതായി കണ്ട് ആ നിലയിൽ ചർച്ച നടത്തുന്നത്. ആ ഒരു നിർദ്ദേശമാണ് മദ്യനയം രൂപീകരിക്കാൻ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യുന്നത്. ആ ഒരു അവസരത്തിൽ കൂടിയാണല്ലോ ഇപ്പോൾ ഇങ്ങനെ ഒരു ശബ്ദരേഖ വരുന്നത്. അപ്പോൾ അതിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. പ്രാഥമിക ചർച്ചകൾ എവിടെ തുടങ്ങുന്നു, ആർക്ക് വേണ്ടിയാണ് ഈ നയങ്ങൾ രൂപീകരിക്കപ്പെടുന്നത് എന്ന നിലയിൽ ആർക്കെങ്കിലും സംശയം തോന്നിയാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ബാർ ഉടമകൾക്ക് അവരുടെ ആവശ്യങ്ങൾ സർക്കാരിന് മുന്നിൽ സമർപ്പിക്കാൻ, ബന്ധപ്പെട്ട യോഗങ്ങളിൽ അവതരിപ്പിക്കാൻ അവർക്ക് അവകാശമുണ്ട്. അതിനാണ് അവരുടെ ഉടമകളുടെ അസോസിയേഷനും മറ്റും പ്രവർത്തിക്കുന്നത്. അവരങ്ങനെ പല ആവശ്യങ്ങളും മുൻനിർത്തി പല തരത്തിലും സർക്കാരിനെ കാണും. പക്ഷെ നമ്മുടെ ഗവൺമെന്റ് ഈ കാലയളവിൽ നടത്തിയിട്ട് ഇടപെടൽ നോക്കിയാൽ മതി, എല്ലാം സുതാര്യമാണ്. എന്തിനായിരുന്നു മുൻ എക്സൈസ് വകുപ്പ് മന്ത്രി ബാബു അതുപോലെ തന്നെ ഉൾപ്പെടെയുള്ള ആളുകൾ രാജിവെക്കേണ്ടി വന്നത്? എന്തിനാ രാജിവെച്ചത്? അപ്പോ ആ കാലത്ത് നികുതി ഇളവ് കൊടുക്കാമെന്ന് പറഞ്ഞ് ബാർ ഉടമകളുടെ യോഗം വിളിച്ച്, എന്നാൽ പിന്നെ നികുതി ഇത്ര വർദ്ധിപ്പിക്കാൻ പോകുന്നു, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് പൈസ എനിക്ക് തന്നാൽ ഞാൻ ഉദ്ദേശിക്കുന്ന വർധനവ് ഒഴിവാക്കി തരാം എന്ന് പറഞ്ഞല്ലോ. ഇപ്പത്ര നികുതി ഈ കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ 50% നികുതിയുടെ വർധനമാണ് വരുത്തിയത്. 2016 23 ലക്ഷം, അതിലേക്ക് നമ്മൾ ഒരു ലക്ഷം മാത്രമാണ് കൂട്ടിയത്. ഇപ്പൊ 35 ലക്ഷമാക്കി. നടപടികൾ പ്രാരംഭമായി തുടങ്ങിയിട്ടില്ല എന്ന് മന്ത്രി പറയുന്നുണ്ട്. പക്ഷേ ഈ രീതിയിൽ ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകളും ഓൺലൈൻ യോഗവും ഒക്കെ നടന്നതിന്റെ വിവരങ്ങളുണ്ട്. മാത്രവുമല്ല, 2 പരാതികൾ കിട്ടി, ഓൾറെഡി പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. വിജിലൻസ് പരിശോധന തുടങ്ങിയ 2 പരാതികളുണ്ട്. ഒന്ന് ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ടുള്ള പണപ്പിരിവ്. അത് മാത്രവുമല്ല ഈ കോഴ പോലെ തന്നെ പണം പിരിക്കുന്നു എന്ന കാര്യം കൂടി ഓൾറെഡി അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോ അനിമോൻ നിഷേധിച്ചത് കൊണ്ട് മാത്രം സർക്കാർ വളരെ സുതാര്യമായി ചെയ്യുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണത്. സർക്കാർ ഈ കാര്യത്തിൽ വളരെ സുതാര്യമായി ഇടപെടുന്നു എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് നിങ്ങൾ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ. നിങ്ങൾ ഈ വിവാദമാക്കുന്നതിന് മുന്നേ, നിങ്ങൾ ഈ വാർത്തകൾ കൊണ്ടുവരുന്നതിന് മുന്നേ, ഇയാളുടെ ശബ്ദ സന്ദേശം പുറത്തു വരുന്നതിന് മുന്നേ സർക്കാരിന്റെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ പെട്ടിട്ടുണ്ട്. സർക്കാരിന് പരാതി കിട്ടിയിട്ടുണ്ട്. സർക്കാർ ആ പരാതി പൂഴ്ത്തിവെച്ചിട്ടില്ല. സർക്കാർ ആ പരാതി വിജിലൻസിന് കൈമാറി. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അതിന്റെ പിന്നാമ്പുറത്തേക്ക് നിങ്ങളുടെ വാർത്ത പോവേണ്ടതാണ്. തീർച്ചയായും ഞാൻ തന്നെയാണ് ആ വിഷയം ഇപ്പോൾ താങ്കൾ ഓർമ്മിച്ചത്. താങ്കൾ ഈ ചർച്ചയിൽ പറഞ്ഞതല്ലോ, ഞാൻ തന്നെയാണ് താങ്കളെ ഓർമ്മിച്ചത്. ശ്രീ സനോജ്, അത്തരമൊരു ആരോപണമുണ്ട്, അതിൽ അന്വേഷണം നടക്കുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ഇത്തരമൊരു ഓഡിയോ പുറത്തു വരുന്നത്. ഇതിപ്പോൾ ഏതൊക്കെയോ സമ്മർദ്ദത്തിന്റെ ഫലമായി അദ്ദേഹം തിരുത്തി പറയുന്നു എന്ന സർക്കാർ പറഞ്ഞത്. ശരി ശരി. അപ്പോൾ 2 പരാതികൾ നേരത്തെ, അതെ, 1 മിനിറ്റ്, 2 പരാതികൾ നേരത്തെ ലഭിച്ചു. അതുകൊണ്ട് ഈ പ്രശ്നം ഗൗരവമാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഈ ശബ്ദ സന്ദേശം പുറത്തുവിട്ട ആൾ ഇപ്പൊ മാറ്റി പറഞ്ഞാലും ഇതിന്റെ ഗൗരവം കുറച്ചു കാണുന്നില്ല. അതെ, അയാൾ മാറ്റി പറഞ്ഞു എന്നതുകൊണ്ട് ഈ കേസ് അവസാനിക്കുന്നില്ല. തീർച്ചയായും ഗൗരവമായി ഗവൺമെന്റ് കാണും. വളരെ ഗൗരവമായി കാണേണ്ടുന്ന വിഷയമാണ് ഈ ആരോപണം. എന്തായിരുന്നു ഇതിന്റെ ലക്ഷ്യം? ആരായിരുന്നു ഇതിന് പിന്നിൽ? സർക്കാരിനെ അങ്ങേയറ്റം അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ശബ്ദ സന്ദേശം എന്ന നിലയിലാണ് അത് വന്നത്. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ആ ശബ്ദ സന്ദേശം ആരാണോ പുറത്തിട്ടത് അയാൾ തന്നെ അത് തിരുത്തി പറയുന്ന സാഹചര്യം ഉണ്ട്. എങ്കിൽ പോലും ഇതിന് പിന്നിലുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ആരായിരുന്നു ഇതിന് പിന്നിൽ? എന്തായിരുന്നു ഗൂഢാലോചന തുടങ്ങിയ കാര്യങ്ങൾ വളരെ വ്യക്തമായി അറിയണം. സർക്കാരിന്റെ 2 മന്ത്രിമാർക്കെതിരെയാണ് ആരോപണം ഉയർന്നത്. മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം നടന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ വിജിലൻസിനപ്പുറം ജുഡീഷ്യൽ അന്വേഷണം എന്നൊരാവശ്യം UDF മുന്നോട്ട് വെക്കുന്നുണ്ട്. നിങ്ങൾക്കൊന്നും മറയ്ക്കാനില്ലെങ്കിൽ, എല്ലാം വളരെ സുതാര്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, ഒരാരോപണം പോലും ഉയരുന്നതിന് മുൻപ് തന്നെ വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെ നടത്തുന്നവരാണ് നിങ്ങളെങ്കിൽ അവരൊരു ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുകയാണ്. അതങ്ങ് അന്വേഷിച്ച് പൂർണ്ണമായും വ്യക്തത വരുത്തിക്കൂടെ ഈ വിഷയത്തിൽ? അല്ല, ഇപ്പൊ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് സർക്കാർ വിജിലൻസിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് പലവിധത്തിലുള്ള അന്വേഷണങ്ങളും നടന്നു വരികയാണ്. ഇപ്പൊ ഗവൺമെന്റിന് മുന്നിലുള്ള ഒരു വിഷയം ആ ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ വളരെ ഗൗരവമായിട്ടാണ് എടുത്തത്. പിന്നെ UDFന്, പ്രതിപക്ഷത്തിന് ഇത് രാഷ്ട്രീയ ആയുധമാക്കണം. ആ രാഷ്ട്രീയ ആയുധമാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഉടൻ തന്നെ മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നു, ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുന്നു. ഇതൊക്കെ വളരെ കൃത്യമായ രാഷ്ട്രീയ താല്പര്യം മാത്രമാണ്. ഇവിടെ എന്താ ഉണ്ടായത്? ഇവിടെ ഏതോ ഒരു ബാർ മുതലാളി അവരുടെ അസോസിയേഷന്റെ ഗ്രൂപ്പിനകത്ത് ഒരു ശബ്ദ സന്ദേശം അയക്കുന്നു. അതിലേതെങ്കിലും മന്ത്രിയുടെ പേര് പരാമർശിക്കുന്നുണ്ടോ?
സർക്കാരിന്റെ ഏതെങ്കിലും പ്രതിനിധി കാശ് ചോദിച്ചായിട്ട് പറയുന്നുണ്ടോ? എന്തെങ്കിലും വസ്തുതാപരമായിട്ട് ആ കാര്യത്തിന് എന്തെങ്കിലും പറയാൻ നിങ്ങൾക്കുണ്ടോ? ഒന്നുമില്ല. തലയും വാലുമില്ലാത്ത ഒരു ശബ്ദ സന്ദേശമാണ്. ആ ശബ്ദ സന്ദേശത്തെ വ്യാഖ്യാനിച്ച് ഇത് സർക്കാരിന്റെ ചില ആളുകൾക്ക് കൈക്കൂലി കൊടുക്കാനുള്ള ഒരു പരിപാടിയാണ് എന്ന രൂപത്തിൽ വ്യാഖ്യാനിച്ച് കൊണ്ടുപോവുകയാണ്. അതിന്റെ എല്ലാം പിന്നാലെ പോയിട്ട് ജുഡീഷ്യൽ അന്വേഷണം എന്നൊക്കെ ആവശ്യപ്പെട്ടാൽ അതൊക്കെ നടക്കുന്ന കാര്യമാണോ? ശരി, ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്നതാണ് CPM-ന്റെ നിലപാട്. ശ്രീ